നമസ്കാരം. ടി.ജി. മോഹൻദാസിനെതിരെ കേരള പോലീസ് എഫ്ഐആർ ഇട്ടതിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും റിട്ടയറായ ജസ്റ്റിസ് കമാൽ പാഷ 2 വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു. ആദ്യത്തേത് ജൂലൈ മാസം 29 മോഹൻദാസ് ശരിക്കും പെട്ടു എന്നുള്ളതായിരുന്നു തമ്പനെയിൽ. RSS മോഹൻദാസിനെ കൈ കഴുകി എന്നും അതിൻ്റെ ക്യാപ്ഷനിൽ പറഞ്ഞിരുന്നു. രണ്ടാമത്തേത് ഈ മാസം 10 വീഡിയോയാണ്. 11 ദിവസം കസ്റ്റഡിയിൽ. മോഹൻദാസ് സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ. പത്രിക എന്ന യൂട്യൂബ് ചാനലിൽ കൂടി ജൂലൈ മാസം 24, 25 എന്നീ തീയതികളിൽ ശ്രീ ടി.ജി. മോഹൻദാസ് തൻ്റെ വീഡിയോയിൽ കൂടി നടത്തിയ ചില പരാമർശങ്ങൾ തികച്ചും ഒഫൻസീവായിരുന്നു, ആക്ഷേപകരമായിരുന്നു, അപ്രിയകരം ആയിരുന്നു, അരുചികരം ആയിരുന്നു, അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്നതും ആയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായവും വിവരവും പക്വതയും അദ്ദേഹത്തിനുള്ള ജനപിന്തുണയും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തൻ്റെ വീഡിയോയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണമായിരുന്നു. അതിനെതിരെ പലരും രംഗത്ത് വന്നു. നമ്മുടെ ഭാഗ്യലക്ഷ്മി വന്നു, അടുപ്പുകൂടി ചർച്ചക്കാരായ മീഡിയ 1 ചാനൽ വന്നു, അങ്ങനെ പലരും വന്നു. അവരുടെ ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർക്ക് ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് കാണും, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നിയമം അറിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അതുപോലെയല്ല കമാൽ പാഷ. അദ്ദേഹം എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അത് നിയമകരം ആണോ അല്ലയോ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടും. കമാൽ പാഷ തൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത് ടി.ജി. മോഹൻദാസിൻ്റെ വീഡിയോയിലെ ഈ ഫയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന അതൊരു കലാപ ആഹ്വാനമായിരുന്നു എന്നാണ്. അതായത് അത് ഡൽഹി പോലീസിന് ഈ കുട്ടികളെ വെടിവെക്കാനുള്ള വളരെ വലിയ ഊർജം നൽകി കാണും, അതുകൊണ്ട് അതൊരു കലാപ ആഹ്വാനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കമാൽ പാഷ തൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ടി.ജി. മോഹൻദാസിൻ്റെ പ്രസ്താവനകൾ ഒരു കലാപ ആഹ്വാനമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, പോലീസിന് കേസെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട് എന്നാണ്. എന്നാൽ അത് ഇപ്പോൾ ഏകദേശം 8000 പേർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ നേരത്തെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട ആൾക്കാരുടെ മനസ്സിൽ, ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ ടി.ജി. മോഹൻദാസിൻ്റെ പ്രസ്താവന ഒരു കലാപ ആഹ്വാനമായിരുന്നു എന്ന് തന്നെ ആയിരിക്കും. എല്ലാ കുറ്റങ്ങളും നമ്മുടെ BNS-ൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് ഇന്ത്യൻ പീനൽ കോഡായിരുന്നു. അപ്പോൾ ആ ഡെഫിനേഷനിലെ ഓരോ വാക്കുകളും ഈ പ്രതി ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതൊക്കെ തന്നെയും ഇൻഗ്രീഡിയൻസ് എന്ന് പറയും, അതൊക്കെ തന്നെയും ഈ പ്രതി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ആ കുറ്റം ഈ പ്രതിക്കെതിരെ ചാർജ് ചെയ്യാൻ പോലീസിന് സാധിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ BNS-ലെ സെക്ഷൻ 192 ഈ കലാപ ആഹ്വാനം എന്ന് പറയുന്നത് എന്നൊന്ന് നോക്കാം. Whoever unlawfully or wantonly gives provocation to any person, intending or knowing it to be likely that such provocation will cause the offence of rioting to be committed, shall, if the offence of rioting be committed in consequence of such provocation. ഇവിടെ എന്താണ് പറയുന്നത്? അതായത് ഒരു ഇല്ലീഗൽ ആക്ഷൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരു ഇല്ലീഗൽ ആക്ഷൻ എന്താണ്? ഒരു 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മളൊരു 10 പേര് അവിടെ സംഘടിക്കുന്നു. അതിനുശേഷം നമ്മൾ മറ്റാർക്കെങ്കിലും ഒരു ആഹ്വാനം നൽകുന്നു കലാപത്തിനുള്ള. അതാണ് ഒരു ഇല്ലീഗൽ ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ആഹ്വാനം. എന്നാൽ ഇവിടെ ടി.ജി. മോഹൻദാസ് ചെയ്തത് എന്താണ്? അദ്ദേഹം തൻ്റെ വീട്ടിലെ AC റൂമിൽ ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ എടുത്തു. അതിൽ എന്തോ പറഞ്ഞോട്ടെ, അദ്ദേഹത്തിൻ്റെ ആ ആക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഒരു ഇല്ലീഗൽ ആക്ഷൻ ആകുന്നില്ല. അതായത് ഒരു ഇല്ലീഗൽ ആക്ടിൻ്റെ ഭാഗമായിക്കൊണ്ട് തൻ്റെ വാക്കുകൾ മറ്റൊരാളെയോ ആൾക്കാരെയോ ഒരു ലഹളയുണ്ടാക്കാൻ പ്രേരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അവർ അങ്ങനെ പ്രേരിതർ ആകും എന്നുള്ള അറിവോടുകൂടിയും ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കാര്യം പറയുമ്പോഴാണ് അത് ലഹളയ്ക്കുള്ള ആഹ്വാനം ആകുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ടി.ജി. മോഹൻദാസ് തൻ്റെ വീട്ടിലിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോ എടുത്തു. അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് പിന്നാലെ സംസാരിക്കാം. അടുത്തതായിട്ട് എന്താണ് ഒരു ലഹള? അതായത് 5 അതിൽ കൂടുതലോ ആൾക്കാർ സംഘം ചേർന്നതിന് ശേഷം അവരുടെ ഒരു ഗോൾ, ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ക്രിമിനൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതാണ് ഒരു ലഹള എന്ന് നമ്മുടെ നിയമം പറയുന്നത്. കമാൽ പാഷ പറയുന്നത് ഈ ടി.ജി. മോഹൻദാസിൻ്റെ പ്രസ്താവനകൾ, വാക്കുകൾ ഡൽഹി പോലീസിനെ വെടിവെക്കാൻ പ്രേരിപ്പിച്ചിരുന്നിരിക്കാം എന്നാണ്. എൻ്റെ പൊന്നു കമാൽ പാഷ സാറേ, ഈ ഡൽഹി പോലീസിൽ മിക്കവാറും എല്ലാവരും നോർത്ത് ഇന്ത്യൻസും മറ്റും ആണ്. കുറച്ച് പേർ മാത്രമേ ഈ മലയാളികൾ കാണൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ടി.ജി. മോഹൻദാസിന് ഡൽഹി പോലീസിനെ പ്രകോപിപ്പിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒരു സ്പീച്ച്
നടത്തിയാണ്. അതിന് രണ്ടിനും അദ്ദേഹത്തിന് കഴിവും ഉണ്ട്. അപ്പോൾ ഈ ടി ജി മോഹൻദാസിന് ഒരു കലാപത്തിനുള്ള ആഹ്വാനം കൊടുക്കണം എന്നുള്ള മെൻസ്രിയ ഉണ്ടായിരുന്നു എങ്കിൽ, ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു എങ്കിൽ, അദ്ദേഹം ഒരിക്കലും ഈ മലയാളത്തിൽ ആ വീഡിയോ ചെയ്യുമായിരുന്നില്ല. പകരം ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ചെയ്തേനെ. അവിടെ തന്നെ ബഹുമാനപ്പെട്ട റിട്ടയേർഡ് ന്യായാധിപൻ മനസ്സിലാക്കേണ്ടത് ഈ മോഹൻദാസിന് അങ്ങനെയുള്ള ഒരു കലാപ ആഹ്വാനം നടത്തണം എന്നുള്ള മെൻസ്രിയ ഇല്ലായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു മെൻസ്രിയ ഇല്ലാതെ ഒരു കുറ്റവും നടക്കില്ല എന്നും ബഹുമാനപ്പെട്ട റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിക്ക് അറിയാമായിരിക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്തതായിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞതോട് മാത്രം അതൊരു കലാപാഹ്വാനം ആകില്ല. അത് അതിര് വിട്ടതായിരിക്കണം, അതുപോലെ തന്നെ ദ്രോഹബുദ്ധിയോടെ ഉള്ളതും ആയിരിക്കണം. ഇവിടെ ടി ജി എന്താ പറഞ്ഞത്? ആ പ്രതിഷേധത്തെ നിയന്ത്രിക്കാനുള്ള അധികാരം എൻ്റെ കയ്യിലായിരുന്നു എങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആയിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതൊരു അതിര് വിട്ടതോ അല്ലെങ്കിൽ ദ്രോഹബുദ്ധിയോടെ ഉള്ളതോ ആയ ഒരു പ്രസ്താവന ആയിരുന്നില്ല. അതിന് നിയമപരമായിട്ട് യാതൊരു നിലനിൽപ്പും ഉണ്ടാകുന്നതും അല്ല. അടുത്തതായി ഈ ടി ജി മോഹൻദാസിൻ്റെ പ്രസ്താവന ജൂലൈ മാസം 24-ാം തീയതിയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ പ്രസ്താവനയുടെ ഫലമായിട്ട് ഇന്ത്യയിൽ ഒരിടത്തും ഒരു ലഹളയും പൊട്ടിപ്പുറപ്പെട്ടില്ല. അതെന്താണ് കാണിക്കുന്നത്? അതൊരു കലാപ ആഹ്വാനം അല്ലായിരുന്നു എന്നല്ലേ. രസകരമായ മറ്റൊരു കാര്യം, ടി ജിയുടെ ആ 2 വീഡിയോകളും ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നിട്ടും ഇന്ത്യയുടെ ഒരു ഭാഗത്തും അല്ലെങ്കിൽ മിനിമം കേരളത്തിൽ പോലും ഒരു ലഹള ഇതുവരെയും പൊട്ടിപ്പുറപ്പെട്ടില്ല എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് കമാൽ പാഷ സാറിനോട് പറയാനുള്ളത്, ടി ജിയുടെ പ്രസ്താവനകൾ ഒരു കലാപ ആഹ്വാനമായിരുന്നില്ല സാറേ എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അതൊരു കലാപ ആഹ്വാനം ആയിരുന്നിരിക്കാം, പക്ഷേ BNS പ്രകാരം അതൊരിക്കലും ഒരു കലാപ ആഹ്വാനം ആകുന്നില്ല. അടുത്തതായി കമാൽ പാഷ ചോദ്യം ചെയ്യുന്നത് ടി ജിയുടെ സംസ്കാരത്തെയാണ്. അദ്ദേഹം ചോദിക്കുന്നു, ടി ജി മോഹൻദാസിന് അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ, അവരെ തിരിച്ചറിയാൻ കഴിയില്ലേ എന്നാണ്. അദ്ദേഹത്തിനെയും ഒരു അമ്മയല്ലേ പ്രസവിച്ചത്, അദ്ദേഹത്തിനും പെൺമക്കൾ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു എന്നാണ്. എങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഞാൻ നിയമപരമായിട്ടുള്ള എൻ്റെ ചോദ്യമാണ്, അല്ലാതെയുള്ള ഒരു തർക്കത്തിന് വേണ്ടിയിട്ടുള്ള തർക്കം അല്ല. അതായത് ടി ജി മോഹൻദാസ് അവിടെ എന്താണ് പറഞ്ഞത്? ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരെ സംബന്ധിച്ചാണ് ഈ ടി ജി മോഹൻദാസ് പറഞ്ഞത്. അതാരാണ് കമാൽ പാഷ സാറേ? സ്ത്രീകളാണോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അദ്ദേഹം ആർക്കോ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. അങ്ങേക്കും അറിയാമല്ലോ, ഇവിടെ ഈ കോളേജിൻ്റെ കവാടത്തിൽ യോനി കവാടം സ്ഥാപിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാരായ പയ്യന്മാർ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയോട് എന്താണ് പറഞ്ഞത്? നിനക്ക് തന്തയില്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കി തരും എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ രൂപങ്ങൾ അദ്ദേഹത്തിന് മനസ്സിൽ കിടന്നുകൊണ്ടാകാം അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ട്, അദ്ദേഹം സ്ത്രീകളെ പറ്റി ഡയറക്റ്റായിട്ട് യാതൊരു അധിക്ഷേപവും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറയാം, ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ ഏത് നിയമപ്രകാരമാണ് ഈ കമാൽ പാഷ സാറ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് ആദ്യത്തെ ദിവസം തന്നെ പൊക്കി അകത്തിടണമായിരുന്നു എന്നാണ് കമാൽ പാഷ പറയുന്നത്. അത് ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ബഹുമാനപ്പെട്ട കമാൽ പാഷ സാറ് അടുത്ത ഒരു വീഡിയോയിൽ കൂടി വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. കാരണം അദ്ദേഹത്തിനും അറിയാം, കോടതിയിൽ പോകുമ്പോൾ ഈ വാചകമടി ഒന്നും തന്നെ നടക്കില്ല. അവിടെ നിയമമുണ്ട്, തെളിവ് വേണം, എങ്കിൽ മാത്രമേ ഒരു പ്രതിയെ ശിക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ടി ജി മോഹൻദാസിന് എതിരെ നിലനിൽക്കുന്ന ഒരു കേസും ഇവിടെ കേരള പോലീസ് ചാർജ് ചെയ്തിട്ടില്ല. പിന്നെ ഈ രീതിക്കൊക്കെ അദ്ദേഹത്തെ കുറേ മാനസികമായിട്ടില്ല, കാരണം അദ്ദേഹം നല്ല മനസ്സിന് കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്, ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ കഴിയും എന്നല്ലാതെ ഈ കേരള പോലീസ് വിചാരിച്ചാൽ ആ വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ ടി ജി മോഹൻദാസിൻ്റെ ഒരു രോമത്തിനും ഒന്നും വരുത്താൻ കഴിയില്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട കമാൽ പാഷ സാർ, അദ്ദേഹം ജഡ്ജിയായിരുന്നല്ലോ, അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഈ സർവീസ് കാലങ്ങളിലൊക്കെ തന്നെ ഈ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിരുന്ന കേസുകളെ പരിഗണിച്ചിരുന്നത് എങ്കിൽ ആ പ്രതികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോൾ അത്ഭുതപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാരെ തൂക്കിക്കൊല്ലാൻ വരെ വിധിച്ചു, പക്ഷേ ഇതുവരെയും ആരെയും തൂക്കിക്കൊന്നില്ല. കാരണം അതിന് മുകളിലിരുന്ന ജഡ്ജിമാർ അവർ ഒരുപക്ഷെ ഈ കാര്യങ്ങളെ കമാൽ പാഷ കാണും പോലെ ആയിരുന്നിരിക്കില്ല കണ്ടത്.
അവർ അതിനെയൊക്കെ നിയമപരമായി കണ്ടു കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിച്ച എല്ലാവരെയും അവർ ഒരുപക്ഷെ ജീവപര്യന്തം കൊടുത്തോ അല്ലെങ്കിൽ വെറുതെ വിട്ടുകൊണ്ടോ ഉള്ള വിധികൾ പറഞ്ഞു കാണുന്നത്. ഈ ടി.ജി. മോഹൻദാസിനോട് ഈ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരോട് മാപ്പ് പറയണം എന്ന് ആണ് ഈ കമാൽ പാഷ സാറ് ആവശ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതിനോട് യോജിക്കാൻ ഞാനും തയ്യാറാണ്. അവസാനമായി ഇനി കമാൽ പാഷ സാറിനോട് പറയാനുള്ളത്, ടി.ജി. മോഹൻദാസ് നമ്മുടെ BNS-ന്റെ സെക്ഷൻ 192 പ്രകാരമുള്ള ഒരു കലാപ ആഹ്വാനവും നടത്തിയിട്ടില്ല. ഇന്ത്യയിലെ ഒരു കോടതിക്കും അദ്ദേഹത്തിന് ഈ ഒരു കേസിന് ശിക്ഷിക്കാനും കഴിയില്ല. രണ്ടാമതായി ടി.ജി. മോഹൻദാസ് നമ്മുടെ BNS-ന്റെ സെക്ഷൻ 79 പ്രകാരം ഒരു സ്ത്രീയുടെയും മോഡസ്റ്റിയെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ആ ഒരു വകുപ്പിലും അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കാരണം കോടതിയിലെത്തുമ്പോൾ എല്ലാ നിയമം വരും, അവിടെ വാക്കുകൾ വരും, പല പല തർക്കങ്ങൾ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ടി.ജി. മോഹൻദാസിനെ ശിക്ഷിക്കാൻ അദ്ദേഹത്തെ ആരാണോ അറസ്റ്റ് ചെയ്തത് അവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ള കാര്യം ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കമാൽ പാഷ സാറിനെ അറിയിക്കുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനൊരു മറുപടി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം നേരത്തെ എനിക്കൊരു മറുപടി തന്നിരുന്നു. അതിനുശേഷം ഇതുവരെയും ഒരു മറുപടിയും തരാനായിട്ട് മുന്നോട്ട് അദ്ദേഹം വന്നിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.